ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അനുകൂലം കേട്ടിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 7 ശനിയാഴ്ച വൈകുന്നേരം 5:45. ഞങ്ങളിപ്പോൾ ഉമ്മലസത്ത് നിന്ന് വലിയൊരു ചർച്ചിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. GCCയിലെ തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബഹ്റിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചായ ദ കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറബിയ എന്ന മനോഹരമായ ഒരു ദേവാലയത്തിലേക്കാണ് ഇപ്പം പോകുന്നത്. ഈ ഒരു സമയത്ത് വളരെ വളരെ വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പം മാതാവിൻ്റെ 8 നോമ്പ് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ അറിയത്തില്ല സർവീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രയറോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ ഉമ്മലസത്ത് നിന്ന് അവാലിയിലുള്ള ദ കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറബിയ എന്ന ചർച്ചിലേക്ക് പോവുകയാണ്. ആ ചർച്ചിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഇസാ ടൗൺ റിഫ വഴിയാണ് അവാലിയിലേക്ക് പോകുന്നത്. ഭയങ്കര ട്രാഫിക്. സമയം ഏകദേശം 6:15 5:45 നമ്മൾ ഉമ്മലസത്ത് നിന്ന് വണ്ടി എടുത്തതാണ്. ഒരുപാട് ട്രാഫിക്കാണ്. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. പക്ഷേ മെയിൻ ഹൈവേയിലും പിന്നെ അതുപോലെ തന്നെ ഇസാ ടൗൺ റിഫ ഹൈവേയിലൊക്കെ അതേപോലെ ട്രാഫിക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇനിയും ഒരു 10-20 മിനിറ്റോളം വേണ്ടി വരും. ഈ ട്രാഫിക് ആണെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടി വരും. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. ഇത് 2ാമത്തെ തവണയാണ് ഞാൻ അവാലി ചർച്ചിലേക്ക് പോകുന്നത്. ഇപ്പോൾ എന്തായാലും ഇന്നെങ്കിലും നമുക്ക് അതിനുള്ളിൽ പ്രവേശിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നടക്കോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും പോയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ അവാലിയിലുള്ള മാതാവിൻ്റെ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടത് ഭാഗത്ത് കാണുന്നത് ആ പള്ളിയുടെ ഒരു രൂപമാണ്. മകുടമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ദ കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറബിയ എന്ന് പറയുന്ന GCCയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കാത്തലിക് ചർച്ചാണ്. ഇത് നമ്മുടെ മാർപ്പാപ്പയൊക്കെ കഴിഞ്ഞ ബഹ്റിൻ സന്ദർശനത്തിൽ ഈ പള്ളിയിൽ വരികയും ഈ പള്ളിയിലൊക്കെ ശുശ്രൂഷ നടത്തുകയൊക്കെ ഉണ്ടായി. എന്തായാലും നമ്മൾ പള്ളിയുടെ അതിവിശാലമായ പാർക്കിംഗ് ഏരിയയിലേക്ക് കടക്കുകയാണ്. ഇത് പള്ളിയുടെ വളരെ വിശാലമായിട്ടൊരു ഓപ്പൺ പാർക്കിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റു പാർക്കിംഗ് സൗകര്യങ്ങൾ അവിടെ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു പള്ളിയെ ആണിത്. പള്ളിയുടെ ഒരു രൂപം നമുക്ക് ഈ ഓപ്പൺ പാർക്കിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയും വിശുദ്ധിയുള്ള ഒരു മനോഹരമായ ഒരു ദേവാലയമാണ്. ഇവിടുത്തെ വികാരിയുടെ പേര് ഫാദർ സജി തോമസ് എന്നാണ്. ഇത് നേരത്തെ നമ്മുടെ മനാമയിലുള്ള സേക്രഡ് ചർച്ചിലിരുന്ന ഒരു വികാരിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ചുമതല ഇവിടുത്തെ ഈ കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറബിയ എന്ന് പറയുന്ന ഈ ഒരു ദേവാലയത്തിൻ്റെ ഫുൾ ചുമതല സജി അച്ഛനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തത് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കാണുന്ന വളരെ മനോഹരമായ വിശാലമായ നടുമുറ്റമാണിത്. ഈ പെരുന്നാളൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അത്രയും മനോഹരമായ അതിവിശാലമായ ഒരു പള്ളിയാണിത്. അത്രയും വിശുദ്ധിയോടുകൂടി ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ദേവാലയം തന്നെയാണിത്. എന്തായാലും നമുക്ക് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. ഈ ദേവാലയത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം തുറക്കുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു ഭാഗമാണിത്. കുറേ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ തിരുവചനങ്ങൾ എഴുതിയ വചനങ്ങളൊക്കെ നമുക്ക് ഈ ഭിത്തികളിൽ അല്ലെങ്കിൽ തിരുവചനങ്ങൾ എഴുതിയ ഫലകങ്ങളൊക്കെ നമുക്ക് ഈ ഭിത്തികളിലൊക്കെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് മെയിൻ പള്ളിയിലേക്ക് പ്രധാന പള്ളിയിലേക്ക് കടക്കുന്ന വാതിലിനടുത്ത് ഒരു വലിയൊരു ഭരണിയിൽ മനോഹരമായ ഒരു വലിയൊരു ഭരണിയിൽ വിശുദ്ധ ജലം നിറച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ പള്ളിയിലെ വിശ്വാസികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പള്ളി നിൽക്കുന്ന
ഇരിക്കുന്ന സ്ഥലവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്പോൺസർഷിപ്പ് ചെയ്ത ഇവിടുത്തെ രാജകുടുംബാംഗങ്ങളുടെ പേര് വിവരങ്ങൾ അടങ്ങി വലിയൊരു സ്വർണ്ണ ലിപിയിൽ ചേർത്ത ഒരു ഫലകവും നമുക്ക് ഈ ഭിത്തിയിൽ കാണുവാൻ കഴിയും. നമ്മളിപ്പോൾ മെയിൻ പള്ളിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു വിശാലമായ ഒരു പള്ളിയാണ്. ഒരുപാട് വിശ്വാസികൾ ബഹറിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തുന്ന പല രാജ്യക്കാരായ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരും അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികളൊക്കെ പങ്കെടുക്കുന്ന വളരെ മനോഹരമായ വിശാലമായ ഒരു ദേവാലയമാണിത്. ദേവാലയത്തിൻ്റെ ഉൾഭാഗത്ത് കൂടുതൽ സമയം നമുക്ക് ക്യാമറയോ കാര്യങ്ങളോ കൊണ്ട് എടുക്കാൻ കഴിയില്ല. കാര്യം ഒരു ഇംഗ്ലീഷ് പ്രെയർ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏകദേശം 7-7:30 മണിക്ക് അല്ലെങ്കിൽ ഒരു പുതിയ പ്രെയറിനുള്ള സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിശ്വാസികൾക്ക് പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് വീഡിയോ ഷൂട്ടോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. മാക്സിമം കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഒരു അൾത്താരയും അതുപോലെ തന്നെ മധുബയൊക്കെയുള്ള മനോഹരമായ വിശാലമായ ഒരു ദേവാലയം തന്നെയാണിത്. ആ ദേവാലയത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാന ദേവാലയത്തോട് ചേർന്ന് തന്നെ 3-4 ചെറിയ ചാപ്പലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മാതാവിൻ്റെ ഒരു ചെറിയ ചാപ്പലിലാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുന്നത്. 8 നോമ്പ് പ്രമാണിച്ച് ഒരുപാട് വിശ്വാസികൾ ഈ ചാപ്പലിൽ വന്ന് മുട്ടുപ്പായി പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ ഒരു മാതാവിൻ്റെ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ രൂപത്തിന് മുന്നിൽ ഒരുപാട് ആൾക്കാർ കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. കുറേ നേരം ഞങ്ങൾ സമാധാനത്തോടെ ഇവിടുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഈ പള്ളിയുടെ ഈ ദേവാലയത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിച്ചു. അവിടെ ഒരുപാട് വിശ്വാസികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. വളരെ വിശാലമായ ഒരു ഏരിയ തന്നെയാണ്. ഒരേ സമയം ഒരുപാട് ആൾക്കാർക്ക്, ആയിരക്കണക്കിന് ആൾക്കാർക്കൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ വിശാലമായ ഒരു പള്ളിയാണ് ദ കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറബി എന്ന് പറയുന്നത്. ആ പള്ളിയുടെ നടുമുറ്റത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ വിശാലമായ നടുമുറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ പള്ളിയുടെ വിസ്തീർണം അല്ലെങ്കിൽ വലുപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബഹറിലെ അല്ലെങ്കിൽ GCCയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റോമൻ കാത്തലിക് ചർച്ചായിട്ട് ഇതിനെ കണക്കാക്കുന്നത്. ഇത് 2013 ഫെബ്രുവരി 11 ഇവിടുത്തെ രാജാവായിരുന്ന ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഇസാ ബിൻ സൽമാൻ അൽ ഖലീഫ ഏകദേശം 9,000 സ്ക്വയർ മീറ്റർ സ്ഥലം, അത് 97,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കുകയുണ്ടായി. ഇത് ബഹറിലെ അവാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത്രയും വിശാലമായ ഒരു പള്ളി നിർമ്മിക്കുവാനും ഇവിടെ വരുന്ന ശുശ്രൂഷകർക്ക് പങ്കെടുക്കാൻ വരുന്ന വിശ്വാസികളുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കുവാനും ഈ ഇത്രയും സ്ഥലം കൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത. 2013 ഈ പള്ളി നിർമ്മാണത്തിനുള്ള സ്ഥലം ഇവിടുത്തെ ഭരണാധികാരികളിൽ നിന്ന് ലഭിച്ചുവെങ്കിലും ഈ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തറക്കല്ലിട്ടത് 2018 മെയ് മാസത്തിലാണ്. ഏകദേശം 3 വർഷത്തോളം എടുത്തതിനു ശേഷമാണ് 2021 നവംബർ 5 ഈ പള്ളിയുടെ പൂർണ്ണമായുള്ള നിർമ്മാണം പൂർത്തീകരിച്ചത്. അതിനുശേഷം 2021 ഡിസംബർ 10 ഇത് ഇവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ കാത്തലിക് സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഈ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ഈ പള്ളി വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവാലി ചർച്ചിൽ നിന്ന് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങി നേരെ ഇപ്പോൾ പോകാൻ പോകുന്നത് ഉമ്മലസിലേക്കാണ്.
അപ്പോൾ എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പം മാതാവിൻ്റെ 8 നോയമ്പ് നടക്കുന്നത് കാരണം ഒരുപാട് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ പല ഭാഷയുടെ സർവീസുകളും കാര്യങ്ങളൊക്കെ ഈ ദേവാലയത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇംഗ്ലീഷ് സർവീസ് ആയിരുന്നു നടന്നിരുന്നത്. അതിൻ്റെ ഒരു ചാപ്പലിൽ, അതിൻ്റെ ഇടതുഭാഗത്തുള്ള ഒരു ചാപ്പലിൽ ഫിലിപ്പീനികളുടെ സർവീസ് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇംഗ്ലീഷ് സർവീസിൽ നമ്മളെ മലയാളികളും അതുപോലെ തന്നെ ഗോവൻസും അതുപോലെ തന്നെ മറ്റ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിലെ ആൾക്കാരും ഒക്കെ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു. എന്തായാലും വളരെ വിശ്വാസമുള്ളൊരു പള്ളി തന്നെയാണ് ഈ കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറബി എന്ന് പറയുന്ന ബഹറിലെ അവാലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ദേവാലയം. എന്തായാലും ഈ ദേവാലയത്തിൻ്റെ മാക്സിമം വിശേഷങ്ങളും അതിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.